ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം സങ്കീർത്തനം 27-ാം അധ്യായം 1-ാം വാക്യം. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? പ്രിയ ദൈവമക്കളെ, ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഭയം എന്ന വിഷയം. ഭയം എന്ന് കേൾക്കുമ്പോൾ സ്തോത്രം വളരെ ചെറിയ ഒരു വാക്കാണ് മലയാളത്തിൽ. എന്നാൽ ഈ ഭയം എന്ന വിഷയം പല ജീവിതങ്ങളെയും കാർന്നു നിന്ന് ഇല്ലാതാക്കിയ ഒരു പൈശാചിക പോരാട്ടമാണ്. സ്തോത്രം. ഈ വചനം എഴുതിയിരിക്കുന്നത് ദാവീദാണല്ലോ. ഞാൻ വിശ്വസിക്കുന്നു തന്റെ ജീവിതത്തിലെ ഏറ്റവും ദുർഘടമേറിയ നിമിഷത്തിൽ മാനുഷികമായ റിസോഴ്സുകൾ ഒന്നും തനിക്ക് തുണയാകാതിരുന്നപ്പോൾ സ്തോത്രം താൻ വിഷമിച്ചിരുന്ന ഘട്ടത്തിൽ എഴുതിയ വചനമാണ് യഹോവ എന്റെ വെളിച്ചവും രക്ഷയുമാകുന്നു. സ്തോത്രമേ. ദാവീദ് തന്റെ ജീവിതത്തിൽ ഇത്രയും കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയപ്പോൾ ഈ യഹോവയാകുന്ന വെളിച്ചത്തെ നോക്കിയാണ് അദ്ദേഹം തന്റെ ജീവിതം മുൻപോട്ട് വഴി നടത്തിയത്. സ്തോത്രം. നമ്മളും അപ്രകാരം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഭയത്തിന്റെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ സ്തോത്രം ദാവീദ് ചെയ്തതുപോലെ സ്തോത്രം ഹല്ലേലൂയ യഹോവയാകുന്ന ആ വെളിച്ചത്തെ നോക്കി സഞ്ചരിക്കാൻ തയ്യാറാണ് ഈ നാളുകളിൽ. സ്തോത്രം. ഭയം എന്നത് എല്ലാ മനുഷ്യരിലും ഉള്ള ഒരു വിഷയമാണ്. നമ്മൾ ക്ഷണിക്കാതെ തന്നെ കടന്നു വരുന്ന ഒരു വിഷയമാണ് ഭയം എന്നത്. സ്തോത്രം. കുഞ്ഞുകുട്ടി ആബാലവൃദ്ധം അവരവരായിരിക്കുന്ന മേഖലകളിൽ ഓരോ തലങ്ങളിലും സ്തോത്രം ഈ ഭയം കടന്നു വരാറുണ്ട്. കുട്ടികൾക്ക് പരീക്ഷ, അല്ലെങ്കിൽ മുതിർന്നവർക്ക് കോളേജ്, ജോലി ചെയ്യുന്നവർക്ക് ജോലി മേഖലയിലുള്ള പ്രശ്നം. പ്രിയ ദേവദാസൻ പറഞ്ഞു, എനിക്കും ഉണ്ടായിരുന്നു, നല്ല ജോലിയായിരുന്നു, എന്നാൽ എന്റെ മുകളിലിരിക്കുന്ന ഡയറക്ടർ ചില പ്രയാസങ്ങളൊക്കെയും ചെയ്യുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. എനിക്കും ഭയത്തിന്റെ അനുഭവങ്ങൾ വന്നു. സ്തോത്രം. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഏതൊരു വ്യക്തി ജീവിതത്തിനും ഈ ഭയം എന്ന് പറയുന്ന വിഷയം സ്തോത്രം കടന്നു വരുന്നുണ്ട്. എന്നാൽ അതിന്റെ നടുവിൽ ദാവീദ് ആമേൻ സ്തോത്രം ഇവിടെ ദൈവത്തിൽ ശരണം പ്രാപിക്കുന്നത് പോലെ നമുക്കും ദൈവത്തിൽ ശരണം പ്രാപിക്കാം. പ്രത്യേകാൽ പ്രിയ ദൈവജനമേ, യഹോവ എന്റെ വെളിച്ചമാകുന്നു എന്നിവിടെ പറയുന്നല്ലോ. എന്താണ് വെളിച്ചത്തിന്റെ പ്രാധാന്യം? സ്തോത്രം. ഒരിക്കൽ ഞാൻ എന്റെ പേഴ്സണൽ സാക്ഷ്യം പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം മുമ്പ് ഞാനും ലിസയും ഞങ്ങൾ കുടുംബമായി ഒമാനിൽ നിന്ന് റിയാദിലേക്ക് കടന്നു വരുവാൻ ഇടയായിട്ടുണ്ട്. ലിസ നേരിട്ട് റിയാദിൽ നിന്നും ഒമാനിലേക്ക് കടന്നുപോയി. ഞാൻ എന്റെ ജോലിയുടെ വിഷയത്തിന്മേൽ ദുബായിലേക്ക് പോകണമായിരുന്നു. ദുബായിൽ നിന്ന് ഒമാനിലേക്ക് കടന്നു പോകാൻ ഇടയായിത്തീർന്നു. എന്നാൽ റോഡ് മാർഗമാണ് പോകാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. എനിക്ക് വാഹനം ഓടിക്കാൻ വലിയ താല്പര്യമാണ്. എന്നാൽ ഇപ്രകാരം പോയി അതിനുശേഷം ലിസയുടെ പിതാവിന്റെയും മാതാവിന്റെയും കൂടെ ഒരാഴ്ചക്കാലം മസ്കറ്റിൽ നിന്നതിന് ശേഷം ഞങ്ങൾ റിയാദിലേക്ക് മടങ്ങി വരുമ്പോൾ ഏകദേശം 22 മണിക്കൂറിന്റെ യാത്രയാണ് ബൈ റോഡ്, മസ്കറ്റിൽ നിന്ന് നേരിട്ട് റിയാദിലേക്ക്. പ്രിയ ദേവദാസൻ അറിയാമല്ലോ, ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരു ദേവദാസനാണല്ലോ. റൂബൽ കാലി എന്ന് പറയുന്ന എംടി ക്വാർട്ടർ എന്ന് പറയുന്ന ഒരു മേഖലയിൽ കൂടെ സ്തോത്രം ഞങ്ങൾ കടന്നു വരുവാൻ ഇടയായിട്ടുണ്ട്. ഏകദേശം 9 തട്ടോളമുള്ള മരുഭൂമി. നമ്മൾ ഇവിടെ കാണുന്ന മരുഭൂമി അല്ല, എണ്ണപ്പാടങ്ങൾ പൊങ്ങി നിൽക്കുന്ന മരുഭൂമി, വിജനമായ പ്രദേശം, വാഹനങ്ങൾ തന്നെ തുലവും ചുരുക്കം. അന്ന് എനിക്ക് തോന്നുന്നത് ആ പകൽക്കാലം ആകെ 8-10 അൽമറയുടെ ട്രക്ക് മാത്രമേ പോയിട്ടുള്ളൂ. സ്തോത്രം. അങ്ങനെ ഞങ്ങൾ ഈ സൗദി ബോർഡർ കഴിഞ്ഞ് കടന്നു വരികയാണ്. ഏകദേശം ഒരു 4:30-5 മണി ആയപ്പോഴത്തേക്കും തന്നെ ഇരുട്ട് സ്തോത്രം മരുഭൂമിയിൽ പരക്കാൻ തുടങ്ങി. 6 മണി ആയപ്പോൾ സ്തോത്രം ഞങ്ങളുടെ കൊറോള വാഹനത്തിന്റെ സ്റ്റോക്ക് ഹെഡ്ലൈറ്റ്, ആ ഹെഡ്ലൈറ്റ് ഒരിക്കലും തികയുന്നില്ല ആ ഇരുട്ടിനെ ഓവർകം ചെയ്യാനായിട്ട്. പ്രിയ ദൈവജനമേ, ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴും നമ്മുടെ ഈ മരുഭൂമി യാത്രയിൽ സ്തോത്രം പിശാച് ഇരുട്ടിന്റെ അന്തരീക്ഷം കൊണ്ടുവന്നിട്ട് സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ ദിശാബോധത്തെ തകർക്കുന്നു. കൊറോള കാറിൽ ഞങ്ങൾ ലൈറ്റ് ഇട്ട് പോകുമ്പോൾ പലപ്പോഴും ഇത് റോഡാണോ അതോ മരുഭൂമിയാണോ എന്ന് പോലും അറിയാൻ വയ്യാത്ത സാഹചര്യങ്ങൾ ഉണ്ടായി. കാരണം സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. സ്തോത്രം. നമ്മുടെ ദിശാബോധത്തെ കെടുത്തുന്നു പിശാച്. ആമേൻ. ഈ ദിശാബോധം കിട്ടുകഴിഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഭയം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. സ്തോത്രം ഹല്ലേലൂയ. ഇവിടെയാണ് വെളിച്ചത്തിന്റെ പ്രാധാന്യം. സ്തോത്രം.
ഇങ്ങനെ നമ്മൾ ഭാരപ്പെടുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ, നമ്മുടെ സർവശക്തനായ ദൈവത്തിൽ ശരണം പ്രാപിച്ച് ആമേൻ ആ യഹോവയാകുന്ന വെളിച്ചത്തെ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എപ്രകാരം നാം മുൻപോട്ട് പോകണമെന്നുള്ളത് ആ വെളിച്ചം സ്തോത്രം ഹല്ലേലൂയ നമുക്ക് വഴി കാണിച്ചു തരും. ആ വെളിച്ചം നമുക്ക് വഴി കാണിച്ചു തരുന്നതിനോടൊപ്പം തന്നെ പ്രിയ ദൈവജനമേ, നമ്മുടെ ഉള്ളിലുള്ള ഭയം പിന്തള്ളി പോകുവാനും ഇടയായിത്തീരും. സ്തോത്രം ഹല്ലേലൂയ. ഭയം എന്ന് പറയുന്നത് ഒരു വ്യാജത്തിന്റെ ആത്മാവാണ്. സത്യത്തിൽ പിശാച് അസത്യമായ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടിടും. ഒട്ടും തന്നെ വാസ്തവമല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടിടും. ഒരു നീചരുടെ ആത്മാവാണ് ഭയം എന്ന് പറയുന്നത്. ദൈവം ഒരിക്കലും തന്റെ പ്രിയ മക്കൾക്ക് വേണ്ടി സ്തോത്രം ദോഷം വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ദൈവം എപ്പോഴും തന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടണമെന്നാണല്ലോ ചിന്തിക്കുന്നത്. എന്നാൽ പിശാചിന്റെ തന്ത്രം എന്താണ്? വ്യക്തി ജീവിതത്തിൽ ഭയം കൊണ്ടിട്ട് നിന്റെ നാളത്തെ അവസ്ഥ എന്തായിത്തീരും, നിന്റെ ഫ്യൂച്ചർ എന്തായിത്തീരും, നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി എന്തായിത്തീരും, നിന്റെ മക്കളുടെ ഭാവി എന്തായിത്തീരും സ്തോത്രം എന്നുള്ള ഈ ചിന്തകളിട്ട് അലട്ടി അത് ആങ്സൈറ്റിയിലേക്ക് പോകുന്നു, ഡിപ്രഷനിലേക്ക് പോകുന്നു. പിന്നീടുള്ള കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. സ്തോത്രം. അപ്രകാരമുള്ള അന്ധകാരത്തിന്റെ അവസ്ഥകളിലേക്ക് വ്യക്തി ജീവിതങ്ങളെ കൊണ്ട് തള്ളിയിടുന്നു. സ്തോത്രം ഹല്ലേലൂയ. നാം ഇന്ന് രാത്രികാലം ദൈവസഭയായി ചിന്തിക്കണം. ശത്രു നമ്മുടെ ഉള്ളിൽ ഈ ദുഷ്ടശക്തി കൊണ്ടിടുമ്പോൾ, ഭയം എന്ന ദുഷ്ടശക്തി കൊണ്ടിടുമ്പോൾ സ്തോത്രം, അതാണോ ദൈവം നമ്മൾക്ക് വേണ്ടി ചെയ്യുന്നത്? അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്? ദൈവം നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് പ്രിയ ദൈവമക്കളെ നമ്മുടെ മുൻപിൽ തന്നെ ഉണ്ട്. പലപ്പോഴും ഈ ഭയം ആണ്ട് കയറി നമ്മൾ ഇതിനെ തിരിച്ചറിയാതെ ഈ എന്താണ് പറയുന്നത്, പൈശാചികമായ മേഖലകളിൽ ചെന്നുപെട്ട് അബദ്ധത്തിൽ ചെന്ന് ചാടുകയാണ് മെജോറിറ്റി ആൾക്കാരിലും സംഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്തോത്രം. നമുക്ക് 2 തിമോഥെയോസ് 1:7 ഇരുത്തത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. പ്രിയ ദൈവമക്കളെ, ഞാനിപ്പോൾ ദൈവസഭയോട് ആലോചന പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിൽ നിന്ന് ഒരിക്കലും ഭയം കടന്നു വരുന്നില്ല. നാം മനസ്സിലാക്കണം, പിശാചാണ് ഭയം വ്യക്തി ജീവിതങ്ങളിൽ ആമേൻ സ്തോത്രം കൊണ്ടുവരുന്നത്. ദൈവം എപ്പോഴും തന്റെ മക്കൾ ധൈര്യപ്പെട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. ഈ ദൈവശക്തിയിൽ സ്തോത്രം നമ്മൾ മുമ്പേ ചിന്തിച്ചതുപോലെ ഈ ദൈവമാകുന്ന വെളിച്ചത്തെ നാം കാണുമ്പോൾ സ്തോത്രം നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനുള്ള അത്യന്തം ആത്മശക്തിയും ആത്മധൈര്യവുമാണ് നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്നത്. സ്തോത്രം. അതുപോലെ തന്നെ ദൈവ സ്നേഹം നമ്മുടെ ഉള്ളിൽ ആമേൻ വർദ്ധിക്കുമ്പോൾ ഭയം അത് ബൈ ഡിഫോൾട്ട് ആയിട്ട് നമ്മളിൽ നിന്ന് കടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സ്തോത്രം. ഈ ഭയം നമ്മുടെ ഉള്ളിൽ നിന്നും കടന്നു പോകുമ്പോൾ പ്രിയ ദൈവജനമേ, നമ്മൾ ആമേൻ സ്തോത്രം പ്രോപ്പറായി ചിന്തിക്കാൻ തുടങ്ങും. സൈക്കോളജിക്കലി നമ്മുടെ മെന്റൽ ബാലൻസ് പ്രോപ്പറായി തീരും. ദൈവത്തെ പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാട് വർദ്ധിക്കും. സ്തോത്രം ഹല്ലേലൂയ. ദൈവഹിതമല്ലാത്ത പ്രവൃത്തികൾ നാം ചെയ്യുന്നത് നാം നിർത്തും. സ്തോത്രം ഹല്ലേലൂയ. നമുക്ക് അടുത്തൊരു വാക്യം ചിന്തിക്കാം. യെശയ്യാവ് 41:10 വാക്യം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ശ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പ്രിയ ദൈവജനമേ, ഭയം അങ്ങ് കയറി കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ആകുലത അങ്ങ് വർദ്ധിക്കും. സ്തോത്രം. നാളെ പറ്റിയുള്ള ചിന്തകളാ അനാവശ്യമായിട്ട്. സ്തോത്രം. ഇതുവരെയും നടത്തിയ ദൈവം വീണ്ടും അന്ത്യത്തോളം നടത്താൻ വിശ്വസ്തൻ. സ്തോത്രം. എന്നാൽ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഞാൻ പ്രിയ ദൈവസഭയുടെ മുൻപിൽ വന്ന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ വചനം ഷെയർ ചെയ്യുമ്പോൾ ഇത് വളരെ ഈസിയാണ്. ഈ പ്രശ്നം നമ്മുടെ തലയ്ക്കുള്ളിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ വിടുതൽ പ്രാപിക്കണമെന്നുള്ള ഒരു നെട്ടോട്ടമാണ് മനുഷ്യർ സാധാരണ അനുഭവിക്കുന്നത്. സ്തോത്രം. ഈ വചനം നമ്മളോട് പറയുന്നു, ദൈവത്തിന്റെ ആത്മശക്തി നാം പ്രാപിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ ഇതിനെ നമുക്ക് ഓവർകം ചെയ്യുവാൻ സാധിക്കും. സ്തോത്രം ഹല്ലേലൂയ. നാളെ പറ്റി നാം ഓർത്ത് പറയ ചെയ്യേണ്ട കാര്യമില്ല പ്രിയ ദൈവമക്കളെ. അടുത്ത നിമിഷം നമ്മളുടെ കരങ്ങളിലുള്ള വിഷയമല്ലല്ലോ. ദൈവം നമ്മൾക്ക് വേണ്ടി നല്ലത് മാത്രമേ ചെയ്യത്തുള്ളൂ. ദൈവം നല്ല ഫ്യൂച്ചറാണ് ദൈവത്തിന്റെ പ്രിയ മക്കൾക്ക് വേണ്ടി കരുതിയിട്ടുള്ളത്. നാം ഈ നിമിഷം ജീവനോടെ ഈ ദൈവസഭയിൽ ഇരുന്ന് ആരാധിക്കുന്നത് തന്നെ ദൈവത്തിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ്. പ്രത്യേകം
ഒരു വിഷയം നാം ചിന്തിക്കേണ്ടത്, ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് അതീതമല്ല പിശാചിന്റെ തന്ത്രങ്ങൾ. പിശാചിന്റെ തന്ത്രങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞൊരു വളരെ ട്രിക്കിയാണ്. അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ വളരെ ട്രിക്കിയായിട്ടുള്ള ഡീഡ്സ് ആണ് പിശാച് കൊണ്ട് കാണിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾക്ക് ഒരിക്കലും സാധിക്കത്തില്ല എന്ന് ചിന്തിക്കുന്ന തലത്തിൽ കൊണ്ടിട്ട് അങ്ങ് വല്ലാത്ത ഒരു നിലവാരത്തിൽ കൊണ്ടിടും. എന്നാൽ ഞാൻ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കിയ ഒരു സത്യം, ഇവൻ എത്ര പ്രവർത്തിച്ചാലും ഈ സത്യത്തിന്റെ ആത്മാവിനെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ഇവൻ അധികം സമയം ഈ മൺകുടാത്തിൽ ഇരിക്കാൻ സാധിക്കത്തില്ല. ഒരു സമയത്ത് ക്ലാപ്പ് ചെയ്തുള്ള വർഷിപ്പിനെ ഞാൻ ഒരുപാട് വിമർശിച്ച ഒരു വ്യക്തിയാണ്. സ്തോത്രം. കൈകൊട്ടിയുള്ള ആരാധനയെ ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. സ്തോത്രം. ഞാൻ ഈ ദിവസങ്ങളിൽ സ്തോത്രം, ഹല്ലേലൂയ, പ്രിയ ബിജുവിൽ ഉൾപ്പെടെയുള്ള ദേവദാസന്മാര് പലരും പറഞ്ഞിട്ടുണ്ട്, അശ്വനെ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കരുത്, കൈകൊട്ടി ആരാധിക്കുക, പ്രാർത്ഥിക്കുക. അപ്പോഴും എനിക്ക് അതിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് അറിയത്തില്ല. പ്രിയ ദൈവമക്കളെ, ദൈവസഭയോട് എനിക്ക് കൈമാറാനുള്ള ഒരു സന്ദേശം, കൈകൊട്ടി ആരാധിക്കുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, അവൻ നമ്മുടെ ഉള്ളിൽ കൊണ്ടിട്ടിരിക്കുന്ന എല്ലാ തന്ത്രങ്ങളും ഇറങ്ങിപ്പോയേ പറ്റത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. അതാണ് ദൈവം വെച്ചിരിക്കുന്ന നിയമം. സ്തോത്രം. അവന് നമ്മുടെ ഉള്ളിൽ ഇരിക്കാൻ പറ്റത്തില്ല. അവൻ എപ്രകാരം വന്നുവോ അപ്രകാരം. കാരണം നാം ആരുടെ വകയാണ്? സ്തോത്രം, ഹല്ലേലൂയ. സർവശക്തനായ ദൈവത്തിന്റെ വകയാണ്. അവൻ ഒരിക്കലും അവകാശം പറഞ്ഞിരിക്കാൻ സാധിക്കില്ല. പക്ഷെ അവൻ തന്ത്രം കൊണ്ട് വരും. സ്തോത്രം, നമ്മുടെ ഓരോരുത്തരുടെയും അടുത്ത്, ഇല്ല ഞാൻ വിട്ടുപോകില്ല, ഞാൻ ഇങ്ങനെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് നമ്മുടെ ടെൻഷൻ കൂടുന്നത്, നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി. ഇത് വീണ്ടും വരുമോ, ഇത് വീണ്ടും വരുമോ? ഇല്ല, അവന് വരാൻ പറ്റത്തില്ല. ഒരു കാര്യം പ്രത്യേകം ചിന്തിക്കുക പ്രിയ ദൈവജനമേ, ഇന്ന് നമ്മൾ നിൽക്കുന്ന സിറ്റുവേഷൻ അല്ല അടുത്ത മൊമെന്റിൽ നിൽക്കാൻ പോകുന്നത്. സ്തോത്രം. ഇന്ന് നമ്മൾ വളരെ കഷ്ടത്തിൽ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. പക്ഷേ എന്റെ ജീവിതാനുഭവം വെച്ച് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഉറപ്പിച്ച് പറയാം, സ്തോത്രം, ഹല്ലേലൂയ, നാളെ ഉറക്കം എഴുന്നേറ്റ് സ്തോത്രം നമ്മളൊരു പുത്തൻ പുലരി കാണുമ്പോൾ ഒരു പുതിയ അനുഭവത്തിൽ നമ്മുടെ ദൈവം നമ്മളെ വഴി നടത്താൻ ശക്തനാണ്. സ്തോത്രം, ഹല്ലേലൂയ. ചില ഏത്തിസ്റ്റ് ആയിട്ടുള്ള വ്യക്തി ജീവിതങ്ങളൊക്കെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അവർക്ക് എന്തിനും സംശയമാണ്, എല്ലാം ക്വസ്റ്റ്യൻസാണ്. എന്ത്, എങ്ങനെ, എന്ത്, എങ്ങനെ. തീർച്ചയായിട്ടും നാം ആരെങ്കിലും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാവും, എന്തുകൊണ്ടായിരിക്കും ഈ കഷ്ടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്? ഇപ്പോൾ നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം, സ്തോത്രം, ഭയം എന്ന വിഷയത്തെ പറ്റിയാണല്ലോ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ദൈവം അറിയാതെ അല്ല ഈ ഭയത്തിന്റെ അനുഭവങ്ങൾ ദൈവമക്കളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. ദൈവത്തിന്റെ അറിവോടുകൂടി തന്നെയാണ് ഈ വിഷയം കടന്നു വരുന്നത്. ഇയ്യോബിന് എപ്രകാരം പരീക്ഷണം വന്നുവോ അപ്രകാരം തന്നെ നമുക്ക് ചിന്തിക്കാം, എന്തുകൊണ്ടായിരിക്കും ദൈവം നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്റെ പ്രിയ മക്കൾക്ക് ഈ ഒരു അനുഭവത്തിൽ കൂടെ കടത്തിവിടാൻ കാരണം എന്നുള്ളത്. നമ്മൾ ജോലിയുടെ വിഷയത്തിന്മേൽ കുറച്ച് മുമ്പ് ചിന്തിപ്പാൻ ഇടയായിരുന്നു. എനിക്ക് പേഴ്സണലി വളരെ ആശങ്കയുണ്ടായിരുന്നു എന്റെ ജോലിയെ പറ്റി. എന്നെ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തതല്ല, ഞാൻ സ്വയമേ റിസൈൻ ചെയ്തതാണ്. സ്തോത്രം. എന്നാൽ ഇതെങ്ങനെ മുൻപോട്ട് പോകും എന്ന് ഞാൻ ചിന്തിച്ച് ഒരുപാട് വ്യാകുലപ്പെട്ടു. എല്ലാവരും പറയും ദൈവത്തിൽ വിശ്വസിക്കൂ, ദൈവം അത്ഭുതം പ്രവർത്തിക്കും. തീർച്ചയായും ദൈവം അത്ഭുതം പ്രവർത്തിച്ചാണല്ലോ ഇവിടെ വരെയും എത്തിയത്. എന്നാൽ ആ മെന്റൽ ട്രോമയുടെ നടുവിൽ, സ്തോത്രം, ഹല്ലേലൂയ, ആ വിശ്വാസം ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുക എന്ന് പറയുന്നത് ഒരു വലിയ ചലഞ്ചിങ് സിറ്റുവേഷൻ തന്നെയാണ്. സ്തോത്രം. എന്നാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്റെ ആവശ്യങ്ങൾ വെച്ച് ഞങ്ങൾ കുടുംബമായിട്ട് പ്രിയ ദൈവദാസന്മാര്, ദൈവസഭകളൊക്കെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം ഒരു 2 ആഴ്ച കൊണ്ട് കാര്യങ്ങളുടെ ഗതി മുഴുവൻ മാറ്റി. യാതൊരു പ്രതിസന്ധികളും ഇല്ലാതെ, സ്തോത്രം, ഹല്ലേലൂയ, ആ ജോലിയിൽ നിന്നും മാറി പുതിയ ജോലിയിൽ പ്രവേശിപ്പാൻ എനിക്കെതിരെ നിന്ന എന്റെ ബോസ് എനിക്ക് ട്രാൻസ്ഫർ തരാൻ, എന്റെ സെറ്റിൽമെന്റ് ഒരു ഹലാല പോലും കുറയാതെ തരുവാൻ ഒക്കെയും ദൈവം കൃപ ചെയ്തു. അതും മാന്യമായ നിലകളിൽ. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് ഈ ജോലിയുടെ സമയത്ത്, സ്തോത്രം, ഹല്ലേലൂയ, എന്തുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഭയപ്പെട്ടത്? കാരണം എന്നെ ഒരു പ്രത്യേക വിഷയത്തിന്മേലാണ് ദൈവം ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ ഇടയായിട്ടുള്ളത്. ഞാൻ ആയിരുന്ന കമ്പനിയിൽ എന്റെ പേഴ്സണൽ ടെസ്റ്റിമണിയാണ്. ആദ്യത്തെ 2 വർഷമൊക്കെ പ്രാർത്ഥനയൊക്കെ കാര്യമായിട്ടുണ്ടായിരുന്നു. പിന്നെ ജോലിയുടെ അവസ്ഥയിലും ബാക്കിയുള്ള അവസ്ഥയിലും ഒക്കെ അതിനകത്ത് ആണ്ടുപോകുവാൻ ഇടയായിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ സെൽഫായിട്ടുള്ള തോട്ട് സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്തു. അതായത് ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് 14 വർഷമായി. ഈ കഴിഞ്ഞ 2-3 വർഷക്കാലം മുമ്പ് വരെ എന്റെ ദൈവത്തിന്റെ ശബ്ദം കേട്ടായിരുന്നു ഞാൻ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ആ മെന്റൽ ട്രോമയുടെ നടുവിൽ, സ്തോത്രം, ഹല്ലേലൂയ,
പിന്നീട് നാളുകൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്റെ ഉള്ളിൽ ഒരു തോന്നൽ വന്നു, എനിക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളത്. ദൈവത്തിന് മനസ്സിലായി ഇപ്രകാരം കാര്യങ്ങൾ മുൻപോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം ഇത് ഭംഗിയായി അവസാനിക്കത്തില്ല. കാരണം എന്നിൽ നിശുദ്ധമായിരിക്കുന്ന ഒരു പ്രത്യേക തലം ദൈവം കണ്ടാണ് എന്നെ ഈ നിലവാരത്തിലേക്ക് ആക്കി വെച്ചത്. അപ്പൊ ദൈവത്തിന് ഏത് വിധേനയും തന്റെ പ്രവൃത്തി ചെയ്തെടുത്തേ പറ്റത്തുള്ളൂ. ഉദാഹരണമായി ഞാൻ പറഞ്ഞ ഈ ജോലിയുടെ മേഖല, സ്തോത്രം, എന്തുകൊണ്ടാണ് ഈ ജോലിയുടെ മേഖലയിൽ എനിക്ക് ഭയം വന്നത്? കാരണം എന്റെ ദൈവത്തെ, സ്തോത്രം ഹല്ലേലൂയ, ഞാൻ അവിടെ അംഗീകരിക്കാൻ ഇടയായി തീർന്നില്ല. അതാണ് അതിന്റെ വിഷയം. സ്തോത്രം, ദൈവത്തിന് എവിടെ സ്ഥാനമില്ലയോ ആ മേഖലകളിൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ആരംഭിക്കും. അത് പിന്നീട് ഭയമായി. സ്തോത്രം ഹല്ലേലൂയ. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ഒരു ബ്രോക്കൺ സിറ്റുവേഷൻ എന്റെ ജോലി മേഖലയിൽ വരുത്തിയത്? സ്തോത്രം, എങ്കിൽ മാത്രമേ നമ്മൾ ആദ്യം ചിന്തിച്ചതുപോലെ, സ്തോത്രം ഹല്ലേലൂയ, പ്രകാശമുള്ള ആ യേശുവിലേക്ക് നോക്കുകയുള്ളൂ. സ്തോത്രം, ആ യേശുവിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിയുമ്പോൾ, സ്തോത്രം, നമ്മൾ കർത്താവിന് ആലോചന പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ദൈവത്തിന് അറിയാം എപ്രകാരം കാര്യങ്ങൾ മുൻപോട്ട് ഡ്രൈവ് ചെയ്യണമെന്നുള്ളത്. സ്തോത്രം ഹല്ലേലൂയ. ഒരിക്കലും വിശ്വാസം എന്നത് നമ്മുടെ കംഫർട്ട് സോണിൽ ലഭിക്കുന്ന വിഷയമല്ലല്ലോ പ്രിയ ദൈവമക്കളെ. അതും ഇതോടൊപ്പം തന്നെ നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഏറ്റവും തകർന്നിരിക്കുന്ന സാഹചര്യത്തിൽ കൊണ്ടുവിട്ടതിന് ശേഷമാണ്, സ്തോത്രം, ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുന്നത്. അല്ലാതെ നാം എല്ലാം തികഞ്ഞിരിക്കുമ്പോൾ ഒരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടത്തില്ല. സ്തോത്രം ഹല്ലേലൂയ. ഒരു കൊടുങ്കാറ്റ് വീശിയതിന് ശേഷം, സ്തോത്രം ഹല്ലേലൂയ, ആ കൊടുങ്കാറ്റ് അനുഭവിച്ചതിന് ശേഷം, സ്തോത്രം, ആ കൊടുങ്കാറ്റ് ശമിക്കുമ്പോൾ മാത്രമേ ഒരു വ്യക്തിക്ക് എന്തിൽ കൂടായിരുന്നു താൻ കടന്നുപോയത് എന്ന് മനസ്സിലാവുകയുള്ളൂ. ആ കൊടുങ്കാറ്റ് വരാതിരിക്കാമല്ലോ എന്ന് നാം ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, അങ്ങനെ വരാതിരുന്നാൽ ഈ സർവശക്തനായ ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടത്തില്ല. സ്തോത്രം ഹല്ലേലൂയ. ഈ ദൈവനാമം, ആമേൻ, സ്തോത്രം, ഈ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണമെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, അപ്രകാരം ഒരു കൊടുങ്കാറ്റ് വീശണമെന്നുള്ളത് ദൈവത്തിന്റെ നിയോഗമാണ്. സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ ഈ കൊടുങ്കാറ്റിൽ തകർന്നു പോകുവാൻ ഈ സർവശക്തനായ ദൈവം നമ്മളെ വിട്ടുകൊടുക്കുന്നുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. വീണ്ടും വചനത്തിൽ നിന്ന് ചില ചിന്തകൾ നമുക്ക് ചിന്തിക്കാം. സ്തോത്രം ഹല്ലേലൂയ. പത്രോസ് യേശുവിനെ കണ്ടുകൊണ്ട് പടകിൽ നിന്ന് ഇറങ്ങി. ആദ്യത്തെ സ്റ്റെപ്സ് എല്ലാം ഓക്കെ ആയിരുന്നു. സന്തോഷത്തോടുകൂടെ അദ്ദേഹം നടന്നുപോയി. എന്നാൽ ചില സമയങ്ങൾ കഴിഞ്ഞപ്പോൾ താൻ വെള്ളത്തിൽ വീണുപോകുവാൻ ഇടയായിത്തീർന്നു. പ്രകാശിക്കുന്ന യേശുവിനെ നോക്കി താൻ ധൈര്യമുള്ളവനായി മുൻപോട്ട് പോയി. തനിക്ക് ഭയമെന്ന് പറയുന്ന സംഭവമേ ഇല്ല തന്റെ ഉള്ളിൽ. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ മാനുഷിക തലം പൊങ്ങി വരുവാൻ ഇടയായിത്തീർന്നു. എപ്രകാരമാണ്? അവിടുത്തെ ആ കൊടുങ്കാറ്റിലേക്ക് അദ്ദേഹത്തിന്റെ ഫോക്കസ് യേശുവിൽ നിന്നും ഡൈവേർട്ടായി മാറി. ഈ കൊടുങ്കാറ്റിലേക്ക് തന്റെ ഫോക്കസ് ഡൈവേർട്ടായി പോയ നിമിഷം, സ്തോത്രം ഹല്ലേലൂയ, അദ്ദേഹം ഈ ഭയത്തിൽ ആണ്ടുപോയി. സ്തോത്രം, വെള്ളത്തിൽ വീണു എന്ന് പറയുന്നുവെങ്കിലും നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. സ്തോത്രം, പ്രിയ ദൈവജനമേ, നാം യേശുവിൽ നിന്നും നമ്മുടെ ഫോക്കസ് എപ്പോ മാറ്റുന്നു, സ്തോത്രം ഹല്ലേലൂയ, അപ്പോഴാണ് ഈ ഇരുട്ടിന്റെ അന്ധകാര ശക്തികളിൽ, സ്തോത്രം, നാം പട്ടുപോകുന്നത്. സ്തോത്രം ഹല്ലേലൂയ. അടുത്ത ഒരു പ്രത്യേക വിഷയം, ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും അനുഭവം. ഗോലിയാത്ത് 40ഓളം ദിവസം പട്ടണത്തെ കിടുകിടാ വിറപ്പിച്ചു. ഒരു ശക്തന്മാർക്കും, സ്തോത്രം, ഗോലിയാത്തിനെ എതിരേൽപ്പാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ദൈവം ദാവീദിനെ ഇറക്കുന്നതിന് മുൻപ് തന്നെ ഗോലിയാത്തിനെ അതിന്റെ കാര്യത്തിൽ ഡീലാക്കാമായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ ദൈവം തന്റെ പ്രവൃത്തിയുടെ സമയമായപ്പോൾ ദാവീദിനെ ശക്തീകരിച്ച് ദാവീദിന് ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത്, സ്തോത്രം, ഗോലിയാത്തിനെ എതിരേൽക്കുവാനായിട്ട് ഇറക്കി വിട്ടു. ഗോലിയാത്തിന്റെ, ആമേൻ, സ്തോത്രം, ദാവീദിന്റെ എൻട്രി അവിടെ, ആമേൻ, സ്തോത്രം, വന്നപ്പോൾ തന്നെ ഗോലിയാത്തിന്റെ കാര്യത്തിൽ, സ്തോത്രം, തീരുമാനം. സ്തോത്രം, ദൈവ പ്രവൃത്തി വെളിപ്പെട്ടു. ദാനിയേലിന്റെ അവസ്ഥ എടുത്ത് നോക്കാം നമുക്ക്. സിംഹക്കൂട്ടിലേക്ക് താൻ പോയപ്പോൾ ദൈവത്തിന് അവിടെ ഒരു വലിയ മിറാക്കിൾ ചെയ്യാം. ഈ സിംഹത്തെ അപ്പോൾ തന്നെ ഇല്ലാതാക്കുന്ന സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാമായിരുന്നു. എന്തും ചെയ്യാമായിരുന്നു. ഈ സിംഹം ചത്തുപോകാമായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ അതിനകത്തൊന്നും, സ്തോത്രം ഹല്ലേലൂയ, ദൈവനാമം മഹത്വപ്പെടത്തില്ല. ദൈവം ആ സിംഹത്തിന്റെ വായ അടച്ചു. സ്തോത്രം ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഈ വചനത്തിനകത്തെ ഇൻസ്റ്റൻസുകൾ നാം കാണുമ്പോൾ നാം മനസ്സിലാക്കണം,
നമ്മുടെയും ആമേൻ സ്തോത്രം ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഇപ്രകാരമാണ് ശത്രുവിന്റെ പ്രവർത്തനങ്ങളെ ദൈവം തടയുന്നത്. സ്തോത്രം ഹല്ലേലൂയ. ഒരു കാരണവശാലും ഈ ശത്രുവിന് നമ്മളെ ഹല്ലേലൂയ സ്തോത്രം ഓവർകം ചെയ്യുവാൻ സാധിക്കുകയില്ല. നമുക്ക് വായിക്കാം സങ്കീർത്തനം 23-ാം അധ്യായം 4-ാം വാക്യം. ഒരു താഴ്വരയിൽ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നല്ലോ, എന്റെ വഴി പോലും ഞാൻ ആശ്വസിക്കുകയില്ല. പ്രിയ ദൈവജനമേ, ദാവീദ് വീണ്ടും പറയുന്ന ഒരു വാക്യമാണ്. കൂരിരുൾ താഴ്വരകളിൽ കൂടെ നടന്നാലും സ്തോത്രം നടന്നു എന്ന് അദ്ദേഹം പറയത്തില്ല, നടത്തുമെന്നും അദ്ദേഹം പറയത്തില്ല. കാരണം അദ്ദേഹം വിശ്വസിച്ചിരിക്കുന്നത് ആരിലെന്ന് അദ്ദേഹത്തിന് 100% കോൺഫിഡൻസ് ഉണ്ട്. സ്തോത്രം ഹല്ലേലൂയ. എങ്കിലും ഒരു ലാസ്റ്റ് ചാൻസിൽ അങ്ങനെ നടക്കേണ്ടുന്ന ഒരു സാഹചര്യം വന്നാലും സ്തോത്രം ഹല്ലേലൂയ, എന്റെ ദൈവം എന്നെ കൈവിടത്തില്ലെന്നുള്ള കടന്ന വിശ്വാസം. സ്തോത്രം ഹല്ലേലൂയ. ഈ സ്തോത്രം ഹല്ലേലൂയ ദൈവം ആമേൻ സ്തോത്രം തന്റെ വീര്യം പ്രവർത്തിക്കുന്ന വലങ്കരം ഉപയോഗിച്ച് പ്രിയ ദൈവജനമേ, നമ്മുടെ ഏത് അവസ്ഥകളിലും ഏത് വിഷയങ്ങളിലും സ്തോത്രം നമ്മളെ സപ്പോർട്ട് ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകാൻ, അന്ത്യത്തോളം കൊണ്ടുപോകാൻ വിശ്വസനാണ്. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഈ ദൈവസഭയുടെ സ്തോത്രം ഹല്ലേലൂയ ഒരു പ്രത്യേക വിഷയത്തിന്മേൽ ദൂത് കൈമാറണം എന്ന സ്തോത്രം ഹല്ലേലൂയ പ്രിയ ദേവദാസൻ അടിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് സ്തോത്രം ഹല്ലേലൂയ ഈ പ്രത്യേക വിഷയത്തിന്മേൽ സംസാരിക്കണമെന്ന് എന്നോട് സംസാരിക്കാൻ ഇടയായിരുന്നു. ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ ഇതിലിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾക്ക് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഈ വിഷയത്തിന്മേൽ സ്തോത്രം ഹല്ലേലൂയ കാര്യമുണ്ട്. സ്തോത്രം ഹല്ലേലൂയ ഇന്ന് രാത്രികാലം സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ഈ വിഷയത്തിന്മേൽ ശക്തമായിട്ട് ഇടപെടുന്നു. സ്തോത്രം ഹല്ലേലൂയ നമ്മൾ ഇത്രയും നേരം തുടക്കം മുതൽ ഈ അന്ത്യസമയം വരെയും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ഈ വിഷയങ്ങൾ സ്തോത്രം ഹല്ലേലൂയ കേവലം നമ്മൾ കേട്ട് അവൻ വിട്ടുകളയുവാനുള്ളതല്ല. സ്തോത്രം ഹല്ലേലൂയ ഇത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ച് ദൈവമക്കളെ അവൻ സ്തോത്രം വീണ്ടും ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. സ്തോത്രം.